ഇന്നത്തെ നമ്മുടെ വീഡിയോ PWM സോളാർ ചാർജ് കൺട്രോളിനെ പറ്റിയാണ്. ഇപ്പോഴും ഇങ്ങനെയുള്ള സോളാർ ചാർജ് കൺട്രോളിനെ പറ്റി അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇതിൻ്റെ ഉപയോഗം എന്താണ്, അതുപോലെ ഇതിൻ്റെ സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് തെളിയുന്ന സ്ട്രീറ്റ് ലൈറ്റ്, അതായത് വൈകുന്നേരം തന്നെ ലൈറ്റ് ഓണായി രാവിലെ ആകുമ്പോൾ തനിയെ ഓഫ് ആവുന്ന ലൈറ്റിൻ്റെ അതിൻ്റെ സെറ്റിംഗ്സ്, അതുപോലെ എത്ര ആംപിയറിൻ്റെ സോളാർ ചാർജ് കൺട്രോളാണ് ഉപയോഗിക്കേണ്ടത്, ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഡിജിറ്റൽ സോളാർ ചാർജ് കൺട്രോളർ 10 ആംപിയറിൻ്റെ മുതലാണ് കിട്ടുന്നത്. അപ്പം ഞാൻ ഈ ഒരു കൺട്രോളർ ഇവിടെ വാങ്ങിയിട്ട് ഏകദേശം 2.5 വർഷം കഴിഞ്ഞു. അന്ന് ഞാൻ വാങ്ങിയപ്പോൾ 650 അങ്ങനെ എന്തോ ആയത്. ഇപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് 500 താഴെ ഉള്ളത് മേടിക്കാൻ കിട്ടും. അപ്പോൾ നമ്മൾ ബാറ്ററി ഒരിക്കലും നേരിട്ട് സോളാർ പാനൽ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യരുത്. അങ്ങനെ ചാർജ് ചെയ്യുമ്പോഴാണ് ബാറ്ററി വേഗം കംപ്ലൈൻ്റ് ആയി പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സോളാർ ചാർജ് കൺട്രോളർ ഉപയോഗിച്ചാണ് ബാറ്ററി ചാർജ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ 10 ആംപിയറിൻ്റെ ഈ ഒരു കൺട്രോളറിൽ 12 വോൾട്ടിൻ്റെ 130 വാട്ട്സിൻ്റെ പാനൽ വരെയാണ് മാക്സിമം പറയുന്നത്. 24 വോൾട്ടിൻ്റെ ആണെങ്കിൽ 260 പാനൽ വരെ കണക്ട് ചെയ്യും. അപ്പോൾ ഇതിൽ എഴുതിയേക്കുന്ന അത്രയൊന്നും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. 10 ആംപിയറിൻ്റെ കൺട്രോളർ ആണെങ്കിൽ മാക്സിമം 100 വാട്ട്സിൻ്റെ പാനൽ വരെ. അതുപോലെ ഇങ്ങനെയുള്ള സോളാർ ചാർജ് കൺട്രോൾ ആദ്യമേ ബാറ്ററിയാണ് കണക്ട് ചെയ്യാവുള്ളൂ. ആദ്യമേ പാനൽ ഒരിക്കലും കണക്ട് ചെയ്യാൻ പാടില്ല. ആദ്യമേ ബാറ്ററി കണക്ട് ചെയ്യുക, രണ്ടാമത് ലോഡ് കണക്ട് ചെയ്യുക, മൂന്നാമതാണ് ഈ ഒരു കൺട്രോളറിലേക്ക് പാനൽ കണക്ട് ചെയ്യാവുള്ളൂ. അതുപോലെ ഡിസ്കണക്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ ആദ്യമേ പാനൽ ഡിസ്കണക്ട് ചെയ്യുക, രണ്ടാമത് നമുക്ക് ലോഡ് ഡിസ്കണക്ട് ചെയ്യാം, മൂന്നാമത് ബാറ്ററി ഡിസ്കണക്ട് ചെയ്യുക. അതുപോലെ ഈ ഒരു സോളാർ ചാർജ് കൺട്രോളിൻ്റെ ഔട്ട് അത് നമുക്ക് 12 വോൾട്ട് ഔട്ട് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു കൺട്രോളിൻ്റെ ഔട്ടിൽ നമുക്ക് ഒരുപാട് ഹെവി ലോഡുകളൊന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല. ചെറിയ ലോഡുകളൊക്കെ, അതായത് 100 വാട്ട്സിന് താഴെയുള്ള ലോഡുകളൊക്കെ കണക്ട് ചെയ്യും. അതുപോലെ കൺട്രോളറിൽ 2 USB സോക്കറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്തെടുക്കാൻ പറ്റും. ഫാസ്റ്റ് ആയിട്ടുള്ള ചാർജിങ് പ്രതീക്ഷിക്കരുത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നോർമൽ സ്പീഡിലുള്ള ചാർജിങ് നടക്കും. പിന്നെ കൺട്രോളറിൽ 3 ബട്ടൺസ് ആണുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ സെറ്റിംഗ്സ് എല്ലാം ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ് ബാറ്ററി കണക്ട് ചെയ്തിട്ട് കാണിക്കാം. അതുപോലെ നമുക്ക് ഈ ഒരു കൺട്രോളറിൽ 3 ടൈപ്പ് ബാറ്ററി ഉപയോഗിക്കാം. ലെഡ് ആസിഡ് ബാറ്ററി, ലിഥിയം ബാറ്ററി, ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററി. അതുപോലെ ഈ ഒരു കൺട്രോളറിൽ നമുക്ക് 12 വോൾട്ടിൻ്റെ ബാറ്ററി ഉപയോഗിക്കാം, 24 വോൾട്ടിൻ്റെ ബാറ്ററി ഉപയോഗിക്കാം. ഇപ്പോൾ 12 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 12 വോൾട്ടിൻ്റെ പാനലാണ് നമുക്ക് PWM സോളാർ ചാർജ് കൺട്രോളിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. MPPT സോളാർ ചാർജ് കൺട്രോളിലാണെങ്കിലാണ് 12 വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്ത് 24 വോൾട്ടിൻ്റെ പാനൽ വഴി ചാർജ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ MPPT സോളാർ ചാർജ് കൺട്രോളിന് റേറ്റും വളരെയധികം കൂടുതലാണ്. അപ്പോൾ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇതുപോലത്തെ കുറഞ്ഞ വിലയുടെ PWM കൺട്രോളർ മതിയാവും. അപ്പോൾ കൺട്രോളിൻ്റെ ഡിസ്പ്ലേയിൽ എപ്പോഴും ലൈവായിട്ട് ബാറ്ററി വോൾട്ട് കാണിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ പാനലൊന്നും കണക്ട് ചെയ്ത് കാണിക്കുന്നില്ല, ഇതിൻ്റെ സെറ്റിംഗ്സ് ഒക്കെ ചേഞ്ച് ചെയ്താണ് കാണിക്കുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു കൺട്രോളറിൻ്റെ ഔട്ടിൽ കൊടുക്കുന്ന ലോഡ് അത് ഓണും ഓഫും ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മൂന്നാമത്തെ ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്താൽ മതി. ലോഡ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഈ ഒരു ബട്ടൺ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺട്രോളറിൻ്റെ ഔട്ടിൽ നമ്മൾ ലോഡുകൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് DC ലൈറ്റ്, DC ഫാനൊക്കെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ബാറ്ററി ചാർജ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കട്ട് ഓഫ് ആയിക്കോളും. അതുപോലെ നമുക്ക് ഈ ഒരു കൺട്രോളറിൽ തന്നെ ബാറ്ററിയുടെ ചാർജ് എത്ര വോൾട്ട് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഔട്ട് തന്നെ കട്ട് ഓഫ് ആണെന്നുള്ളത് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിതിനകത്ത് ബാറ്ററി കണക്ട് ചെയ്താൽ ആദ്യമേ നമ്മൾ ഇതിൻ്റെ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യേണ്ടത് ബാറ്ററി മോഡാണ്. ഇപ്പോൾ ഈ ഒന്നാമത്തെ ബട്ടണിൽ ഒരു തവണ പ്രസ് ചെയ്യുന്ന സമയത്ത് ബാറ്ററി ഫുൾ ചാർജ് വോൾട്ടാണ് കാണിക്കുന്നത്. രണ്ടാമത് ചാർജിങ് റീകണക്ട് വോൾട്ട്, അതുപോലെ തന്നെ കട്ട് ഓഫ് വോൾട്ട്, ടൈമർ, ബാറ്ററി മോഡ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു കൺട്രോളറിൽ ഏത് ബാറ്ററിയാണോ കണക്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു ചാർജിങ് മോഡ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. B1 ലെഡ് ആസിഡ് ബാറ്ററി, B2 ലിഥിയം അയൺ ബാറ്ററി, B3 ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററിയാണ്. അപ്പോൾ ഞാനിവിടെ B1 മോഡാണ് സെലക്ട് ചെയ്യുന്നത്, അതായത് ലെഡ് ആസിഡ് ബാറ്ററി. കൂടുതലും ലെഡ് ആസിഡ് ബാറ്ററിയാണ് ഉപയോഗിക്കുന്ന ആളുകൾ. ഞാനിവിടെ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ലിഥിയം ബാറ്ററിയാണ് കണക്ട് ചെയ്തേക്കുന്നതെന്നുള്ളൂ. അപ്പം ലെഡ് ആസിഡ് ബാറ്ററിയുടെ മോഡ്, അതായത് B1 മോഡ്, ഇത് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു കറക്റ്റായ രീതി എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ B1 മോഡ് സെലക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ചാർജിങ് വോൾട്ടും ഡിസ്ചാർജ് വോൾട്ടും എല്ലാം കറക്റ്റായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ആവും. എങ്കിലും നമ്മളത് ഒന്നുകൂടി ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. എങ്കിലാണ് നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്യുന്ന ബാറ്ററി നല്ല രീതിയിൽ ചാർജ് ആയി കിട്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് ലെഡ് ആസിഡ് ബാറ്ററിയുടെ ചാർജിങ് സെറ്റപ്പാണ്. അപ്പോൾ 12 വോൾട്ടിൻ്റെ ലെഡ് ആസിഡ് ബാറ്ററി 14.4 വോൾട്ട് വരെയാണ് ചാർജ് ചെയ്യുന്നത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ B1 മോഡ് സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു 14.4 വോൾട്ട് തന്നെ കാണിക്കും. ഇപ്പോൾ 14.4 വോൾട്ടാണ് കാണിക്കുന്നതെങ്കിൽ അതൊന്നും ചെയ്യേണ്ട. നമുക്കിവിടെ ചേഞ്ച് ചെയ്യേണ്ടത് രണ്ടാമത്തെ സെറ്റിങ്സ് ആണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന കൺട്രോളറിൽ 14.4 അല്ല കിടക്കുന്നെങ്കിൽ അത് 14.4ലേക്ക് ആക്കുക. അത് മിക്കവാറും എല്ലാ കൺട്രോളറിലും B1 മോഡ് ഇടുമ്പോൾ 14.4 വോൾട്ടാണ് ചാർജിങ് വോൾട്ട്, അതായത് ഫുൾ ചാർജിങ് വോൾട്ട് കാണിക്കുന്നത്. അതുപോലെ ഈ ഒരു വാല്യൂസൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സിംഗിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഒന്നാമത്തെ ബട്ടണിൽ ഓരോ സെറ്റിങ്സും വരും. അതിനകത്ത് നമുക്ക് സെലക്ട് ചെയ്യേണ്ട ഏതാണോ അത് വരുമ്പോൾ ഒന്നാമത്തെ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന സമയത്ത് അപ്പിലോ ഡൗണിലോ പ്രസ് ചെയ്ത് നമുക്ക് വാല്യൂ ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രധാന സെറ്റിങ്സ് ആണ് ഇപ്പോൾ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് സെലക്ട് ചെയ്യാനായിട്ടാണെങ്കിൽ ഒന്നാമത്തെ ബട്ടണിൽ 2 തവണ പ്രസ് ചെയ്ത് മൂന്നാമത് ലോങ് പ്രസ് ചെയ്യുക ഒന്നാമത്തെ ബട്ടണിൽ തന്നെ. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് എത്തും. അപ്പോൾ ഇത് 13 വോൾട്ട് വരെയാണ് മാക്സിമം കൂട്ടാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ ബാറ്ററി ചാർജിങ് റീകണക്ട് വോൾട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം കൂടി ഒന്ന് വിശദീകരിച്ച് തരാം. നമ്മുടെ ബാറ്ററി ഒന്നാമത് സെറ്റ് ചെയ്യുന്ന 14.4 വോൾട്ട് വരെ ബാറ്ററി ഫുൾ ചാർജ് ആവുന്നു. അങ്ങനെ 14.4 വോൾട്ട് ആകുമ്പോൾ ചാർജിങ് കട്ട് ഓഫ് ആവും.
അത് കഴിഞ്ഞ് ബാറ്ററിയുടെ ചാർജ് കുറഞ്ഞ് എത്ര വോൾട്ട് ആകുമ്പോഴാണ് ചാർജ് വീണ്ടും റീകണക്ട് ചെയ്യേണ്ടതെന്നുള്ള വാല്യൂ ആണ് നമ്മളവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ ഒന്നാമത്തെ ബട്ടണിൽ 3 തവണ പ്രസ് ചെയ്യും വരുന്ന ഈ കാണുന്നത് ഇത് ബാറ്ററി ഡിസ്ചാർജ് വോൾട്ട് ആണ് നമുക്കിവിടെ സെറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഏറ്റവും കുറയ്ക്കാൻ പറ്റുന്ന 8.5 വോൾട്ട് വരെയാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു 11 വോൾട്ടോ അല്ലെങ്കിൽ 10.8 ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഒരുപാട് തീരെ ഡിസ്ചാർജ് ചെയ്തായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരുപാട് ഡിസ്ചാർജ് ആണെങ്കിൽ ബാറ്ററി വീണ്ടും ചാർജ് ആകാൻ ഒരുപാട് സമയം കൂടുതലാണ്. അപ്പോൾ ഇതിൽ വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. ഇതിനകത്ത് നിങ്ങൾ ഏത് ബാറ്ററിയാണോ കണക്ട് ചെയ്യുന്നത് അതിൻ്റെ ചാർജിങ് റീകണക്ട് വോൾട്ട് ആ ഒരു വാല്യൂ അത് ഏറ്റവും മാക്സിമം എത്രയാണ് ഇടാൻ പറ്റുന്നത് അത് ഏറ്റവും മാക്സിമം കൂട്ടിയിടുക. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് പറഞ്ഞാൽ. ഇനി അതുപോലെ നമ്മൾ ഒന്നാമത്തെ ബട്ടണിൽ കുറേ അധികം ഇങ്ങനെ പ്രസ് ചെയ്യുമ്പം 24H ഇങ്ങനെ കാണും. അപ്പോൾ അതിനിങ്ങനെ സെലക്ട് ചെയ്ത് നമ്മളിങ്ങനെ അപ്പും ഡൗണും ചെയ്യുവാണെങ്കിൽ ഈ ഒരു വാല്യൂ ഇങ്ങനെ മാറുന്ന കാണാം. അപ്പോൾ ഇതാണ് ടൈമർ സെറ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സ്ട്രീറ്റ് ലൈറ്റ് പോലെയൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് സമയമോ കാര്യങ്ങളൊന്നും നോക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ നമുക്കൊരു 5 മണിക്കാണ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 5 മണിയൊക്കെ ആകുമ്പം ഈ ഒരു ടൈമർ സെറ്റ് ചെയ്യുക. 5 മണി മുതൽ, അതായത് വൈകുന്നേരം 5 മണി മുതൽ നമുക്ക് എത്ര മണിക്കൂറാണ് ലൈറ്റ് തെളിയേണ്ടതെന്ന് വെച്ചാൽ അതിനിടയിലുള്ള ഗ്യാപ്പ് ആ ഒരു ടൈമാണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നത്. നമ്മളിവിടെ സെറ്റ് ചെയ്യുന്ന അത്രയും സമയം ഈ ഒരു ലോഡ് ഓണായി നിൽക്കും. അതുപോലെ നമ്മളിവിടെ ഇപ്പോൾ 5 മണിക്കൂറാണ് ഇവിടെ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാനുവലായിട്ട് ലോഡ് ഓൺ ഓഫും ചെയ്യാൻ പറ്റില്ല. നമ്മൾ സെറ്റ് ചെയ്യുന്ന ആ ഒരു ഹവർ അതനുസരിച്ച് മാത്രമാണ് വർക്ക് ചെയ്യുള്ളൂ. മാനുവലായിട്ട് ലോഡ് ഓണും ഓഫും ചെയ്യണമെങ്കിൽ 24 ഹവറിലാണ് ഇടേണ്ടത്. ഇവിടെ നമ്മൾ 5 മണിക്കൂർ സെലക്ട് ചെയ്തിട്ടുകൊണ്ട് നമുക്ക് ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്താലും പ്രത്യേകിച്ച് വേറെ മാറ്റമൊന്നും വരില്ല. ഇനി അത് നമുക്ക് പഴയ പോലെ ആക്കണമെങ്കിൽ, അതായത് നമുക്ക് മാനുവലായിട്ട് ലോഡ് ഓണും ഓഫും ആക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു കൺട്രോളറിൽ സെലക്ട് ചെയ്തിട്ടേക്കുന്ന 5 മണിക്കൂർ എന്നുള്ളത് 24ലേക്ക് മാറ്റിയിടണം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു ലൈറ്റ് ഓർണം കണക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഈ ഒരു കൺട്രോളറിൽ ഒരു ലൈറ്റ് ഓൺ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ മാനുവലായിട്ട് ലൈറ്റ് ഓൺ ഓഫും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കാരണം നമ്മളിവിടെ ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര സമയമാണോ സെറ്റ് ചെയ്തേക്കുന്നത് ആ ഒരു സമയം വരെ ഈ ലൈറ്റ് തെളിയും. 5 മണിക്കൂറാണ് നമ്മളിത് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് പഴയ പോലെ മാനുവലായിട്ട് ലോഡ് ഓണും ഓഫും ചെയ്യാൻ പറ്റണമെങ്കിൽ ഇത് 24ലേക്ക് മാറ്റിയിടണം. അപ്പോൾ നിങ്ങൾക്ക് വൈകുന്നേരം ലൈറ്റൊക്കെ തനിയെ ഓണാകുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യേണ്ടതെങ്കിൽ വൈകുന്നേരം നമുക്കൊരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് തെളിയേണ്ടതെങ്കിൽ വൈകുന്നേരം ഒരു 6:55 അല്ലെങ്കിൽ 7 മണിയൊക്കെ ആകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ ഒരു ടൈമർ സെറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് വൈകുന്നേരം 7 മണി മുതൽ രാവിലെ എത്ര മണി വരെയാണ് ലൈറ്റ് തെളിയേണ്ടത് അതിനിടയിലുള്ള ഗ്യാപ്പിലുള്ള ആ ഒരു ടൈം അതാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. 24 മണിക്കൂറും ഔട്ട് വേണമെങ്കിൽ നമുക്കിവിടെ 24 ഹവർ സെലക്ട് ചെയ്താൽ മതി. അതാകുമ്പോൾ നമുക്കിങ്ങനെ മാനുവലായിട്ട് ലോഡ് ഓണും ഓഫും ചെയ്യാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ കൺട്രോളറിൻ്റെ ഔട്ടിലാണ് DC ലോഡുകൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ ബാറ്ററി ചാർജ് കുറഞ്ഞാലും ഓട്ടോമാറ്റിക്കായിട്ട് തനിയെ കട്ട് ഓഫ് ആവും. അതുപോലെ ഈ ഒരു കൺട്രോളറിൻ്റെ ഔട്ടിൽ നമുക്ക് വലിയ ലോഡുകളൊന്നും കണക്ട് ചെയ്യാൻ പാടില്ല. 12 വോൾട്ടിൻ്റെ DC ലൈറ്റ്, DC ഫാൻ ഇതൊന്നും കൊടുക്കുന്നതിന് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കൺവെർട്ടർ കൊടുക്കുന്നതിനും കുഴപ്പമില്ല. കൺവെർട്ടർ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ലോഡുകൾ കൂടുതൽ കൊടുക്കാതിരുന്നാൽ മതി കൺവെർട്ടറിൽ. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും സംശയങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അടുത്ത വീഡിയോയിൽ. അതുപോലെ നമുക്ക് ഇതുപോലെ ഒരു കൺട്രോളർ, ചെറിയൊരു സോളാർ പാനലും ചെറിയൊരു ബാറ്ററി ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ DC ലോഡുകൾ, അതായത് ലൈറ്റ്, ഫാനൊക്കെ നമുക്ക് സുഖമായിട്ട് ചെറിയ പാനലിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഞാനിവിടെ എൻ്റെ വീട്ടിൽ 50 വാട്ട്സിൻ്റെ പാനൽ ഉപയോഗിച്ച് 2.5 വർഷമായിട്ട് ലൈറ്റുകളെല്ലാം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ ലൈറ്റ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ നമുക്ക് ചെറിയൊരു സോളാർ പാനൽ ഉപയോഗിച്ച് വൈഫൈ മോഡത്തിന് ഒരു ബാക്കപ്പ് പോലെ അത് നമുക്ക് പൂർണ്ണമായിട്ടും സോളാർ പവറിൽ മാത്രം വർക്ക് ചെയ്യുന്ന രീതിയിൽ വൈഫൈ മോഡത്തിനൊക്കെ മാറ്റാൻ പറ്റും. അതൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെടുവാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അതിൽ കുറേയൊക്കെ ഡീറ്റെയിൽസും ബാറ്ററി ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. അതുപോലെ ഫേസ്ബുക്ക് ലിങ്കും ഇൻസ്റ്റാഗ്രാം ലിങ്കും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.